നമസ്കാരം. ശശി തരൂരിൻ്റെ സുഹൃത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനൊപ്പം എന്തുകൊണ്ട്? അതായത് വിദേശകാര്യ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ പറയാൻ പല കാരണങ്ങളുണ്ട്. ഒരു കാലത്ത് US ഡെപ്യൂട്ടി അംബാസഡർ ആയിരുന്നപ്പോഴും പിന്നീട് US ഇന്ത്യ പ്രതിനിധി ആയിരുന്നപ്പോഴും ടി പി ശ്രീനിവാസൻ ശശി തരൂരിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നീട് ശശി തരൂർ തിരുവനന്തപുരത്ത് MP ആയി മത്സരിക്കുവാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച ഒരു വ്യക്തിയായിരുന്നു ടി പി ശ്രീനിവാസൻ. പക്ഷേ ടി പി ശ്രീനിവാസൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ടി പി ശ്രീനിവാസൻ്റെ ഈ മാറ്റം വെറുതെയല്ല. കഴിഞ്ഞ 15 വർഷം MP ആയിരുന്നിട്ടും തിരുവനന്തപുരത്ത് കാതലായ ഒരു മാറ്റവും കൊണ്ടുവരുവാൻ തരൂരിന് കഴിഞ്ഞില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഒരു ചുവടുമാറ്റത്തിന് ടി പി ശ്രീനിവാസൻ തയ്യാറായത് എന്ന് അദ്ദേഹം പറയുന്നു. രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രചാരണ കമ്മിറ്റിയുടെ ചെയർമാനായാണ് ടി പി ശ്രീനിവാസൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും, കാരണം കഴിഞ്ഞ 15 വർഷത്തെ ശശി തരൂരിൻ്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഒന്നും നേടിയെടുക്കുവാൻ ഇവിടെ കഴിഞ്ഞില്ല എന്നും, അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്തിൻ്റെ ഇൻസൈഡറായി ആരും കണ്ടിട്ടില്ല എന്നും, കോൺഗ്രസ്സുകാർ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം കടന്നു വന്നാൽ തങ്ങളിൽ ഒരാളായി ഒരിക്കലും അവർ ശശി തരൂരിനെ കാണില്ല എന്നുമൊക്കെയാണ് ടി പി ശ്രീനിവാസൻ പറഞ്ഞു വെക്കുന്നത്. ഡൽഹിയിലും തിരുവനന്തപുരത്തുമൊക്കെ എതിർ സർക്കാരുകൾ ആയതിനാൽ തന്നെ തിരുവനന്തപുരത്തിന് ഒന്നും നേടിയെടുക്കുവാൻ ശശി തരൂരിന് സാധിച്ചിട്ടുമില്ല. അദ്ദേഹം MP ആയിരുന്നപ്പോഴൊക്കെ കുറച്ചുകാലം കേന്ദ്രത്തിൽ ഈ കോൺഗ്രസ് ഭരിച്ചപ്പോഴും കാര്യമായി ഒന്നും ചെയ്യാൻ ഈ തരൂരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് തിരുവനന്തപുരത്തിന് നൽകാൻ പോകുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും. അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ടി പി ശ്രീനിവാസൻ അടക്കം പറയുന്നത്. മോദിയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ടി പി ശ്രീനിവാസൻ. മാത്രമല്ല, ഇന്ത്യയിൽ ഒരു ഭരണ തുടർച്ചയുടെ ആവശ്യമുണ്ട് എന്നും മോദിക്കെതിരായി പ്രധാനമന്ത്രിയാവാൻ കഴിവുള്ള ഒരാളെ കാണാനില്ല എന്നുകൂടി പറയട്ടെ. അതുമാത്രമല്ല, 5 വർഷം കൂടി കിട്ടിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമെന്നും ഇത് ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള സമയമാണ് എന്നും, ഈ സമയത്ത് ഒരു കരുത്തനായ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് ആവശ്യമാണ്. ഈ പറയുന്ന ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആളാണ് താനെന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഈ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നുണ്ട് എന്നതിനാലാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് താൻ പിന്തുണയ്ക്കുന്നത് എന്നുകൂടി ടി പി ശ്രീനിവാസൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മോദി ഒരു മാൻ ഓഫ് ആക്ഷനാണ്. അതാണ് മോദിയുടെ സവിശേഷത. കാര്യങ്ങൾ പറയുകയില്ല, അത് നടപ്പാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ മോദി പുറം രാജ്യങ്ങളിൽ എത്തിക്കുന്നു. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു. 15ാമത് സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ 5ാമതെത്തിയിരിക്കുന്നു. ഇനി അത് 3ാം സ്ഥാനത്തെത്തുമെന്നുള്ള ഉറപ്പ് പറയുന്നു. ഇതൊക്കെയാണ് നമുക്ക് മോദിയിലൂടെ അടുപ്പിക്കുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരത്തിൻ്റെ തീരദേശത്തിന് ചന്ദ്രശേഖർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലും മറ്റും അദ്ദേഹം കടൽക്ഷോഭം നേരിടുവാൻ കേന്ദ്രത്തിൽ നിന്ന് ഇടപെടലുകൾ നടക്കുന്നു, പണം നൽകുന്നു. അടുത്ത ടെക്നോ പാർക്ക് അടക്കം നെയ്യാറ്റിൻകരയിൽ സ്ഥാപിക്കും എന്നുള്ള ഉറപ്പ് നൽകുന്നു. ഇങ്ങനെ നെയ്യാറ്റിൻകര പോലൊരു റൂറൽ ഏരിയയിൽ പോലും വികസന സാധ്യതകൾ കൊണ്ടുവരുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഉറപ്പ് കൊടുക്കുവാൻ ഈ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കില്ല? അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ സുഹൃത്തായിട്ടുള്ള ടി പി ശ്രീനിവാസൻ അടക്കമുള്ളവർ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 10-15 വർഷമായി ഇവിടുത്തെ പ്രതിനിധിയാണ്, തിരുവനന്തപുരത്തിൻ്റെ നാഥനായി നിന്നത് ശശി തരൂരാണ്. പക്ഷേ എന്ത് നേട്ടമുണ്ടാക്കി എന്ന് ഇപ്പോഴും തിരുവനന്തപുരത്തുകാരടക്കം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ പോലും ശശി തരൂരിന് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നേരിട്ട കൂക്കുവിളികളടക്കം, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളില്ലാത്തതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പല ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ടതുമാണ്. ഇങ്ങനെ ശശി തരൂരിനെ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾ എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ. ഒരൊറ്റ കാര്യം ഉറപ്പാണ്, ശശി തരൂർ വിജയിച്ചാൽ പോലും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള ശമ്പളം പറ്റി മുന്നോട്ട് പോകാമെന്നല്ലാതെ. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ 2019 വരെ തീരുമാനിച്ചതുപോലെ ആയിരിക്കില്ല കേരളത്തിലെ അടക്കമുള്ള ജനങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്നത്. അതായത് ശശി തരൂർ വിജയിച്ചാൽ MP മാത്രമാകും, എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനപ്പുറം പ്രതിപക്ഷത്തെ പോലും ഇരിക്കാൻ കഴിയാത്ത ഒരാളെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമീപനം തിരുവനന്തപുരത്തുകാർ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം ഉറപ്പാണ് എന്ന് പറയേണ്ടി വരും. ടി പി ശ്രീനിവാസൻ അടക്കമുള്ള ഈ വിദേശ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഓഫീസർമാരടക്കം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ജനകീയത, ജനപ്രിയത ഏറുന്നുവെന്നർത്ഥം. വിജയം സുനിശ്ചിതമാക്കി മുന്നോട്ട് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ.